മഞ്ഞ് മൂടിയ മലനിരകളാലും പച്ച പുതച്ച താഴ്വരകളാലും ചുറ്റപ്പെട്ട ഇടുക്കി ജില്ല അഴകിന്റെ നിറകുടമാണ്. മലനിരകളിൽ നിന്ന് താഴേക്ക് പതിച്ചെങ്ങും സൗന്ദര്യത്തിന്റെ കലവറയൊരുക്കുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഇടുക്കിയിൽ കാഴ്ചയുടെ വസന്തമൊരുക്കുന്നത്. ഇടുക്കിയിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണിക്കാനാണ് രാഹുൽ വിജയൻ നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഉപ്പുതറയിലെ കല്ലേറ്റുപാറ വെള്ളച്ചാട്ടത്തിലേക്ക്. സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഇടമായി മാറാൻ ഈ സ്ഥലത്തിന് പല പ്രത്യേകതകളുണ്ടെന്ന് രാഹുൽ പറയുന്നു. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തെന്ന് നമുക്ക് കണ്ടുവരാം. ഇടുക്കിയിൽ നമ്മൾ എങ്ങോട്ടേക്ക് ക്യാമറ ചലിപ്പിച്ചാലും അതിമനോഹരമായ കാഴ്ചകളാണ്. ദാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളൊക്കെ പോലെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ഇടുക്കി. ഇന്ന് നിങ്ങൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉപ്പുതറയ്ക്കടുത്ത് വളകോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് ചുമ്മാ പറഞ്ഞതല്ല, സംഗതി കൊള്ളാം. ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. വളകോട് നിന്ന് കണ്ണമ്പടിയിലേക്ക് പോകുന്ന വഴിയാണ്. എനിക്ക് പിന്നിൽ സംരക്ഷിത വനമേഖലയാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന വഴിയിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം, കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്റർ അകലെ നിന്നാണ്. വളകോട് കോതപാറയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം തട്ടായിട്ട് ഇങ്ങനെ പതഞ്ഞൊഴുകി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ശാന്ത സ്വരൂപം കൈവരിക്കുന്നത്. മഴക്കാലം ഒന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതൊരു രൗദ്രഭാവത്തിലേക്ക് മാറുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും വലിയധികം താഴ്ചയില്ല എന്നുള്ളതാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വെള്ളത്തിൽ വന്ന് കുളിച്ച് ആസ്വദിച്ചു പോകുവാനായിട്ടുള്ള പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന പ്രദേശമാണിത്. അതിനാൽ തന്നെ ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേനും ഇഷ്ടംപോലെ ആൾക്കാർ അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ஆஃப் ரோடிங் எக்ஸ்பீரியன்ஸ் வந்து டிஃப்ரெண்ட்டான எக்ஸ்பீரியன்ஸாக இருக்குது. ஸோ அதுவும் வந்து சோலோ ட்ரிப், இட்ஸ் என்ஜாயபிள், ரியலி என்ஜாயபிள். നമ്മുടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടമല്ലേ, അത് കാണാൻ വരുമ്പോൾ ഒരു ഓഫ് റോഡ് ജീപ്പിലാണ് വരുന്നതെങ്കിലോ ഡബിൾ ഹാപ്പി അല്ലേ. അതിനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരാം. ഇങ്ങോട്ട് എത്തുന്നവരിൽ കൂടുതലും ഈ നമ്മുടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവേഴ്സും ഒക്കെ പറയുന്നത്. കാരണം അവർക്കിതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. ഓഫ് റോഡ് ജീപ്പിൽ വരുന്നു, ഇതുപോലെ സേഫ് ആയിട്ടൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ കഴിയുന്നു. അതൊക്കെ അവർക്കൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ കൂടുതലായി ഈ സ്ഥലത്തെ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും കേരളത്തിലുള്ളവർക്കും ധൈര്യമായി ഇങ്ങോട്ടേക്ക് വരാം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വാർത്ത കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഉറപ്പാണ് ഇവിടെ സുരക്ഷിതമായി വന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ച് മടങ്ങാൻ കഴിയുമെന്നുള്ളത്.
കേട്ടറിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടറിഞ്ഞും നിരവധി ആളുകളാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ഉണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തും ടൂറിസം വകുപ്പും ഒക്കെ ഒരു ഇടപെടൽ നടത്തിയാൽ ഒരുപക്ഷെ ഇത് മികച്ചൊരു ടൂറിസം സ്പോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ കല്ലറ്റിപ്പാറ മിസ് ചെയ്യേണ്ട. ഈ അവധിക്കാലത്ത് ഓണക്കാലത്ത് തന്നെ പറ്റുന്നവരെല്ലാവരും കല്ലറ്റിപ്പാറയ്ക്ക് പോവുക.